വെൽക്കം ടു എൻട്രോ ടു എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരു മഴക്കാല യാത്രയാണ്, ഒരു മൺസൂൺ ട്രിപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യ അവസാനം കാണാൻ ശ്രമിക്കുക. ആദ്യം കണ്ട ഈ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസൊക്കെ നമ്മൾ തിരിച്ച് വരുന്ന ടൈമിൽ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിഡൻ സ്പോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇടുക്കിയിലൊരു ഹിഡൻ ജെമ്മായിട്ടുള്ള ലാൻഡ്രം എസ്റ്റേറ്റിലേക്കാണ്. മഴക്കാലത്ത് ലാൻഡ്രം എസ്റ്റേറ്റിന് ഒരു പ്രത്യേക ഭംഗിയാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്, അതായത് മെയിൻ റോഡ് മുണ്ടക്കയം കുമളി റൂട്ടിലെ പഴയ പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ഡീവിയേഷൻ എടുക്കേണ്ടത്. ആദ്യമേ തന്നെ ലെഫ്റ്റ് എടുക്കുക, പിന്നെ റൈറ്റ് ഡീവിയേഷൻ എടുത്താണ് നമുക്ക് പോകേണ്ടത്. പിന്നെ ഒരു ചെറിയ വഴിയാണ്, നല്ല ഭംഗിയുള്ള ഒരു റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയും മലകെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കോ കാര്യങ്ങളോ ബഹളങ്ങളോ ഒന്നും നിലവിലില്ല. അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റുമാണ്, ഒരുപാട് ചൂടോ കാര്യങ്ങളൊന്നുമില്ല. മഴയൊക്കെ മൂടി നിൽപ്പുണ്ട്. പോകുന്ന വഴിയിലൊക്കെ പശുക്കളൊക്കെ ഇങ്ങനെ അഴിച്ചുവിട്ട് നിൽപ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ലാൻഡ്രം എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തി. വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, വലിയ തിരക്കും ബഹളമൊന്നുമില്ല. നമ്മൾ വന്ന ആ ഒരു ടൈമിൽ ഇതിൻ്റെ സൈഡിലുള്ള കുളം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഈ സ്ഥലത്തിനെ ചാർലിക്കുളം എന്നും അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദുൽഖറിൻ്റെ ചാർലി മൂവി ഷൂട്ട് ചെയ്ത, അതിനകത്തെ പുതുമഴ എന്നുള്ള പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ്. അപ്പം നമുക്ക് എല്ലാ ടൈമിലും ഈ ഒരു ഫ്രെയിമോ കാര്യങ്ങളും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതിന് തേയിലക്കൊക്കെ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കുറേ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി കുളം നിർമ്മിച്ചിട്ടുണ്ട്. ഒരെണ്ണം നാച്ചുറലാണെന്ന് തോന്നുന്നു, ഒരെണ്ണം ആർട്ടിഫിഷ്യലാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് സഞ്ചാരികൾ കൂടുതൽ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഇത്രയും ഭംഗിയോടെ നമുക്ക് കിട്ടുക. ഏതായാലും നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇത്രയും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഈ സ്ഥലം രണ്ട് സൈഡിൽ നിന്നും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ നടന്നു പോകുന്ന വഴിയിലൂടെയൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പം ഈ തേയിലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ക്യാമറയൊക്കെ ഏത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാലും നല്ല ഫ്രെയിമുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒന്ന് രണ്ട് പൂമരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പം അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ കുറേ ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ല നല്ല ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ് നമ്മുടെ ഈ ലാൻഡ്രം എസ്റ്റേറ്റിലെ ചാർലിക്കുളം എന്നുള്ള സ്പോട്ട്. ആദ്യമായിട്ടാണ് ഇതിലൊരു വണ്ടി വരുന്നത് കണ്ടത്. എന്തായാലും നമ്മൾ ഒരുപാട് ലേറ്റ് ആവാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇറങ്ങി തിരിച്ച് വന്ന വഴിക്ക് നല്ല മഴയായിട്ടുണ്ട്, ഭയങ്കര ശക്തമായ മഴയാണ്. എന്തായാലും നമ്മൾ ഒരുപാട് മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാതെ തിരിച്ചു പോന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട മത്തായിക്കൊക്കയുടെ ഭാഗത്തുള്ള ഒരു വാട്ടർഫാൾസാണ് ഇപ്പോൾ കണ്ടത്. അവിടെയൊക്കെ നല്ലപോലെ നിറഞ്ഞൊഴുകിയാണ് വെള്ളം വരുന്നത്. എന്തായാലും നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് നിർത്താതെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗം കണ്ടാൽ അറിയാം, വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ നമ്മൾ പോയ ടൈമിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവും ഇപ്പോൾ ഉള്ള അളവും. എന്തായാലും നമ്മൾ ആ ഒരു സീൻ കാണാൻ വേണ്ടി നമ്മൾ എന്തായാലും വണ്ടിയൊക്കെ ഒതുക്കി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫോഴ്സോ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുപോലെ അത്യാവശ്യം നല്ല ശക്തമായുള്ള മഴയും പെയ്യുന്നുണ്ട്. സഞ്ചാരികളൊക്കെ വളരെ കുറവായിരുന്നു. എന്തായാലും നമ്മൾ പുറത്ത് സേഫായിട്ട് ഇറങ്ങി നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. നല്ല ചായയും കാര്യങ്ങളൊക്കെ ഈ സ്പോട്ടിൽ കിട്ടും. എന്തായാലും ഇടുക്കിയിൽ മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭംഗിയാണ്. പക്ഷേ പോകുന്ന ആൾക്കാർ അതുപോലെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൂടെ മാത്രമേ പോവുള്ളൂ. പലതരത്തിലുള്ള അപകടങ്ങളോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം സേഫായിട്ട് എല്ലാവരും പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളും ഹിഡൻ ജെമ്മുകളൊക്കെ ഉള്ള യാത്രകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.